അനിഴം, തൃക്കേട്ട, വിശാഖം, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ഫെബ്രുവരി 26-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത്. ഏറ്റവും പ്രധാനമായി ഈ വ്യാഴാഴ്ച ദിവസത്തെ ഗ്രഹസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ തുടക്കത്തിൽ പറഞ്ഞ ഈ 8 നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന ചില കാര്യങ്ങൾ ഇപ്പോഴുള്ള നിങ്ങളുടെ പല ജീവിത സാഹചര്യങ്ങളെയും വളരെ വലിയ രീതിയിൽ ബാധിക്കുകയും ഒപ്പം തന്നെ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില അനുഭവങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഇതിൽ തന്നെ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം അനിശ്ചിതത്വങ്ങൾ നേരിടുകയും ഒപ്പം തന്നെ മുന്നോട്ടുള്ള ജീവിതം എന്താകുമെന്ന് അറിയുവാൻ വളരെയധികം ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ പലർക്കും ജീവിതത്തെ പറ്റിയുള്ള പ്രതീക്ഷ പോലും നഷ്ടപ്പെട്ട അവസ്ഥയാണ് നിലനിൽക്കുന്നത്. കാരണം ഒന്ന് മാറുമ്പോൾ ഒന്നായി ജീവിതത്തിൽ ഒട്ടനവധി തടസ്സങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും എന്നുവേണ്ട നിങ്ങളുടെ മനസമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒട്ടനവധിയാണ്. എന്നാൽ ഈ ഫെബ്രുവരി 26-ാം തീയതി വ്യാഴാഴ്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ കാരണമാകുന്നത് നിങ്ങൾക്ക് സിദ്ധിക്കുവാൻ പോകുന്ന പഞ്ചഗ്രഹി യോഗം കൊണ്ടാണ്. ജ്യോതിഷത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യോഗങ്ങളിൽ ഒന്നായ ഈ പഞ്ചഗ്രഹി യോഗം സിദ്ധിക്കുന്നതിലൂടെ തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും ഫെബ്രുവരി 26-ാം തീയതി വ്യാഴാഴ്ച സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഫെബ്രുവരി 26-ാം തീയതി വ്യാഴാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന പഞ്ചഗ്രഹി യോഗം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ എന്ന് പറയുന്നത് ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞവസാനിപ്പിക്കുവാൻ കഴിയുന്നവയോ നിങ്ങൾക്ക് സ്വയം മറ്റൊരു വ്യക്തിയോട് പറഞ്ഞു മനസ്സിലാക്കുവാൻ കഴിയുന്ന പ്രശ്നങ്ങളോ അല്ല. കാരണം അത്രയ്ക്ക് ദുരിതപൂർണവും കാഠിന്യമേറിയതുമായ പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒന്നിനു പുറകെ ഒന്നായി ജീവിതത്തിൽ പല വിധത്തിലുള്ള മനസമാധാനക്കേടുകളും കാര്യതടസ്സങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും കൊണ്ട് ജീവിതത്തിൽ ഒരടി പോലും മുന്നോട്ട് എടുത്തു വയ്ക്കുവാൻ കഴിയാതെ നിൽക്കുന്ന ചില വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ ഇപ്പോൾ ഈ അധ്യായം കാണുകയാണ്. എന്നാൽ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ പഞ്ചഗ്രഹി യോഗം എന്ന് പറയുന്നത് വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വളരെയേറെ പോസിറ്റീവായ മാറ്റങ്ങളാണ് ജീവിതത്തിൽ നൽകുവാൻ പോകുന്നത്. ഏറ്റവും പ്രധാനമായി സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ടും കടബാധ്യതകൾ കൊണ്ടും പൊറുതിമുട്ടി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചില ആളുകൾ ഇതിലുണ്ട്. അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സാമ്പത്തികമായി ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുക തന്നെ ചെയ്യും എന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങളുടെ ചെറിയ രീതിയിലുള്ള പരിശ്രമങ്ങളും അധ്വാനങ്ങളും പോലും ഇരട്ടി ഫലം നിങ്ങളിലേക്ക് നൽകുന്ന ഒരു സമയമാണ് ഇത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതു മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും
നിങ്ങൾ ഈ ഫെബ്രുവരി 26 വ്യാഴാഴ്ച തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പല കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ചില നേട്ടങ്ങൾ വൃശ്ചികം രാശിക്കാരിലേക്ക് വന്നു ചേരും. പ്രത്യേകം എടുത്തു പറയുമ്പോൾ ഏതൊക്കെയോ ചില വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഫെബ്രുവരി 26 വ്യാഴാഴ്ച ചില പ്രത്യേക പ്രൊജക്റ്റുകൾ ഏറ്റെടുക്കുവാനും അതിലൂടെ ഭാവിയിൽ ഒരു വലിയ ധനനേട്ടം ഉണ്ടാകുവാനും പോവുകയാണ്. ഒപ്പം തന്നെ എന്തൊക്കെയോ പുതിയ കരാറുകൾ പുതുക്കുവാനും അതിലൂടെ ചില നേട്ടങ്ങൾ ചിലരിലേക്ക് വന്നു ചേരുവാനും പോകുന്നതായും ഫലപ്രകാരം കാണുന്നു. അതോടൊപ്പം തന്നെ വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ചില വ്യക്തികൾ ഒരു കർമ്മമേഖലയിൽ തന്നെ വളരെ കാലങ്ങളായി ജോലി ചെയ്യുകയും എന്നാൽ അതിലൊരു പുരോഗതി കാണുവാൻ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യം നേരിടുകയും ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു വൃശ്ചികം രാശിയിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വളരെ അപ്രതീക്ഷിതമായ ഒരു അധികാര സ്ഥാനവുമായി ബന്ധപ്പെട്ട നേട്ടമുണ്ടാകുവാൻ പോകുന്ന സമയമാണ് ഇത്. അതൊരു പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മമേഖലയിൽ നിന്ന് ഒരു സ്ഥാനക്കയറ്റം ഉണ്ടാകുന്നതോ അതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു തൊഴിൽ മേഖലയിലേക്ക് നിങ്ങൾക്ക് എത്തിപ്പെടുവാൻ കഴിയുന്നതോ ആകാം. അപ്പോൾ എന്തുതന്നെ ആയിരുന്നാലും ഈ പഞ്ചഗ്രഹി യോഗം നിങ്ങൾക്ക് ഭാഗ്യമായി നിൽക്കുന്ന സമയത്ത് കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് മിക്ക വൃശ്ചികം രാശിക്കാർക്കും ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത് വളരെ ശുഭകരമായ ചില അനുഭവങ്ങളായിരിക്കും. ഇനി അതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വൃശ്ചികം രാശിയിൽ പിറന്ന മക്കൾക്കും ഈ പഞ്ചഗ്രഹി യോഗം ഏറ്റവും ശുഭകരമായ മാറ്റങ്ങളായിരിക്കും സൃഷ്ടിക്കുന്നത്. അതായത് കുട്ടികളിലെ കഴിവ് വർദ്ധിക്കുകയും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും അവരുടെ കഴിവ് തെളിയിക്കുവാൻ ചില സാഹചര്യങ്ങൾ പല കുട്ടികൾക്കും ലഭിക്കുകയും ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു സമയം കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ പഠന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കുട്ടികളുടെ ഭാവി എന്താകുമെന്ന് ചിന്തിച്ചും വളരെയധികം ഭയപ്പാട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ മക്കളുടെ ഭാവി മികച്ച രീതിയിൽ തന്നെ എത്തിച്ചേരും എന്നതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. പ്രത്യേകിച്ച് എന്തൊക്കെയോ പ്രധാനപ്പെട്ട പരീക്ഷകൾക്ക് വേണ്ടി ഈ ഫെബ്രുവരി 24 വ്യാഴാഴ്ച പോകുവാനായി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ചില കുട്ടികൾക്കൊക്കെ അതിൽ നിന്ന് നേട്ടങ്ങളാണ് വന്നു ചേരുവാൻ പോകുന്നത്. ഇനി ഇതിലെല്ലാം ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ചില വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാർ ജീവിതത്തിൽ ശത്രുദോഷം കൊണ്ട് പൊറുതിമുട്ടുന്നുണ്ട്. അതായത് നിങ്ങളെക്കൊണ്ട് ജീവിതത്തിൽ ഒരു വിധത്തിലുള്ള സന്തോഷകരമായ അനുഭവത്തിലൂടെയും കടന്നു പോകുവാൻ കഴിയുന്നില്ല എന്നതാണ് സത്യം. കാരണം വീടിൻ്റെ തൊട്ടടുത്ത് ഇരുന്ന്, അതായത് അയൽപ്പക്കത്തിരുന്നു കൊണ്ട് നിങ്ങളെ ദ്രോഹിക്കുകയും അതുപോലെ സ്വന്തം കൂടപ്പിറപ്പുകൾ തന്നെ നിങ്ങൾക്ക് ഉപദ്രവമാവുകയും ചെയ്യുന്ന തരത്തിലുള്ള ചില ദുരവസ്ഥകളാണ് ഏതൊക്കെയോ വൃശ്ചികം രാശിക്കാർ അനുഭവിക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സന്തോഷമുള്ള കാര്യം നടക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അത് അസഹനീയമാണ്. ഇത്തരത്തിലുള്ള കണ്ണേറുകൊണ്ടും അവരുടെ ചില ദുഷിച്ച വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും വരെ നിങ്ങൾക്ക് ജീവിതത്തിൽ വരേണ്ട പല ശുഭകാര്യങ്ങളും കൈപ്പിടിയിലെത്തിയതിനു ശേഷം നിങ്ങളിൽ നിന്ന് തട്ടിത്തെറിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഈ പഞ്ചഗ്രഹി യോഗം നിങ്ങൾക്ക് ഭാഗ്യമായി നിൽക്കുന്ന സമയത്ത് വൃശ്ചികം രാശിക്കാരിൽ നിലനിൽക്കുന്ന ശത്രുദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളും ഇല്ലാതാവുകയും അതിനാൽ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള നല്ല കാര്യങ്ങളും സംഭവിക്കുന്നത് കാണുവാനുള്ള യോഗം കൈവരുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ ഫെബ്രുവരി 26 വ്യാഴാഴ്ച എന്ന് പറയുന്നത് വൃശ്ചികം രാശിക്കാർക്ക് മികച്ച ആരോഗ്യസ്ഥിതി നിലനിൽക്കുകയും മാനസികമായി വളരെയധികം സന്തോഷവും പോസിറ്റിവിറ്റിയും അനുഭവത്തിൽ വരികയും ചെയ്യുവാൻ പോകുന്ന ഒരു ദിവസം കൂടിയായിരിക്കും. മാത്രമല്ല ഇതുവരെ നിങ്ങൾ എന്തൊക്കെ തരത്തിലുള്ള കാര്യതടസ്സങ്ങളാണോ ജീവിതത്തിൽ അനുഭവിച്ചിരുന്നത് അതിൽ നിന്നൊക്കെ ഒരു പരിധിവരെ മാറ്റം കാണുവാനുള്ള യോഗവും നിങ്ങളിൽ ഈ ഒരു സമയത്ത് കാണുന്നുണ്ട്. ഏറ്റവും പ്രധാനമായി ചില വ്യക്തികൾ
നിരന്തരം ഭഗവാനോട് പ്രാർത്ഥിക്കുകയും മനസ്സുരുകി അപേക്ഷിക്കുകയും ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിൽ ആഗ്രഹ സഫലീകരണത്തിലേക്ക് എത്തുവാൻ പോകുന്ന സമയവും കൂടിയാണ് ഇത്. ഇനി അടുത്തതായി ഈ ഫെബ്രുവരി 26 ബുധനാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന പഞ്ചഗ്രഹി യോഗം കൊണ്ട് വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രണ്ടാമത്തെ രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ ഇന്ന് ഈ അധ്യായം കാണുന്നതിന് തൊട്ട് മുൻപ് വരെ ചില ജീവിത പ്രശ്നങ്ങൾ കൊണ്ട് കരഞ്ഞ് കണ്ണ് കലങ്ങിയിരുന്ന ചില ആളുകളുണ്ട്. അതായത് കുടുംബ പ്രശ്നങ്ങളും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എന്നുവേണ്ട മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾ ജീവിതത്തിൽ അനുഭവിച്ചു വരുന്ന കഷ്ടപ്പാട് ചെറുതൊന്നുമല്ല. അതായത് പലരും വിശ്വസിക്കുന്നത് തന്നെ ഇനി ഈ ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ കഴിയുകയില്ല എന്ന് തന്നെയാണ്. കാരണം ജനിച്ച അന്ന് മുതൽ ഇതുവരെ ജീവിതത്തിൽ ദുഃഖങ്ങളല്ലാതെ സന്തോഷിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ള സമയം വളരെ ചുരുക്കമാണ്. എന്നും ജീവിതത്തിൽ മാറി മാറി പ്രശ്നങ്ങൾ മാത്രം. എന്നാൽ എന്ത് തരത്തിലുള്ള പ്രതിസന്ധികൾ കൊണ്ടാണോ നിങ്ങളുടെ മനസ്സ് ഇപ്പോൾ വിഷമിക്കുന്നത്, ആ പ്രശ്നങ്ങളെ പരിഹാരത്തിലേക്ക് എത്തിക്കുവാനായി നിങ്ങളിൽ തെളിഞ്ഞിരിക്കുന്ന ഭാഗ്യയോഗമാണ് ഈ പഞ്ചഗ്രഹി യോഗം എന്ന് പറയുന്നത്. ഇതിൽ ഒന്നാമതായി തന്നെ പറയേണ്ടത്, ഇന്ന് ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം തകർച്ചയുടെ വക്കിലാണ്. കുറച്ചു കാലം സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചെങ്കിലും പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൻ്റെ താളം തെറ്റിയ അവസ്ഥയായിരുന്നു നിങ്ങൾ നേരിട്ടിരുന്നത്. എന്നാൽ ജീവിതത്തിൽ തനിച്ചായി പോകുമോ എന്നുള്ള ഭയം രണ്ടു കൂട്ടർക്കും ഇപ്പോഴുമുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫെബ്രുവരി 26 വ്യാഴാഴ്ച എന്ന് പറയുന്നത് ധനുരാശിയിൽ പിറന്ന വ്യക്തികളുടെ ദാമ്പത്യ ജീവിതത്തിൽ നിലനിൽക്കുന്ന ചില പ്രതിസന്ധികൾക്ക് പരിഹാരം കാണുവാനും ഇപ്പോൾ നിലനിൽക്കുന്ന വിദ്വേഷം മറന്ന് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാകുന്ന സമയമാണ്. ഇതിൽ തന്നെ ഇത്തരത്തിൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നേരിട്ട് വന്നിരുന്ന പല ധനുരാശിക്കാർക്കും നിങ്ങളുടെ മക്കളുടെ ഭാവിയെപ്പറ്റി ചിന്തിച്ച് വല്ലാത്ത ടെൻഷനാണ്. കാരണം നിങ്ങൾ പരസ്പര സ്നേഹമില്ലാതെ മുന്നോട്ട് പോകുന്നത് കണ്ടാണ് നിങ്ങളുടെ മക്കൾ വളരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നേരിടുന്ന ഭാര്യ ഭർത്താക്കന്മാരുടെ മക്കളിലും ചില സ്വഭാവ വൈകല്യങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് മക്കൾ വില കൽപ്പിക്കാത്ത സാഹചര്യങ്ങളും ചില ചീത്ത കൂട്ടുകെട്ടിൽ പോയി മക്കൾ പെട്ട അവസ്ഥയും പല മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള മാതാപിതാക്കളും നേരിടുന്നുണ്ട്. എന്നാൽ ഈ പഞ്ചഗ്രഹി യോഗം നിങ്ങളിൽ തെളിയുന്ന സമയത്ത് മക്കളുടെ സ്വഭാവത്തിൽ വരെ വളരെ ഗുണകരമായ ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മാത്രമല്ല, സ്വന്തം ജീവിതത്തെ പറ്റിയുള്ള ഒരു ഉത്തരവാദിത്വ ബോധം നിങ്ങളുടെ മക്കളിൽ വർദ്ധിക്കുകയും അവർ തന്നെ ചില നേട്ടങ്ങളെ സ്വയം തേടി കണ്ടുപിടിച്ച് സ്വന്തമാക്കുകയും ചെയ്യും. ഇനി അതുപോലെ ഈ ഫെബ്രുവരി 26 വ്യാഴാഴ്ച എന്ന് പറയുന്നത് മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് സാമ്പത്തികമായി നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില നേട്ടങ്ങൾ അനുഭവത്തിൽ വരുവാൻ പോകുന്ന സമയവും കൂടിയാണ്. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജീവിതത്തിൽ വളരെ വലിയ ചില കടബാധ്യതകളും പണമില്ലാത്തത് കൊണ്ട് മാത്രം നേടിയെടുക്കുവാൻ കഴിയാതെ പോയ ചില കാര്യങ്ങളുമുണ്ട്. എന്നാൽ സാമ്പത്തികമായി നിലനിന്നിരുന്ന തടസ്സങ്ങൾ നിങ്ങളിൽ നിന്ന് ഇല്ലാതാകുന്നതോടെ വളരെയധികം മനസ്സമാധാനവും സന്തോഷവും ധനുരാശിക്കാരെ തേടിയെത്തുവാൻ പോകുന്ന സമയമാണ് ഈ പഞ്ചഗ്രഹി യോഗത്താൽ തെളിയുന്നത്. ഏറ്റവും പ്രധാനമായി ധനുരാശിക്കാരായിട്ടുള്ള ചില മാതാപിതാക്കൾ ഇന്ന് ഈ അധ്യായം കാണുന്നുണ്ട്. കാരണം നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് മക്കളുടെ പഠന കാര്യങ്ങൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ പോലും പഠനശേഷം ഇപ്പോൾ അവർക്ക് ജോലി ലഭിക്കാത്ത അവസ്ഥ നിലനിൽക്കുകയാണ്.
അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെയധികം പരിതാപകരമാകുന്ന സമയങ്ങളിൽ മക്കളുടെ ഈ അവസ്ഥ കൂടി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത മാനസിക പിരിമുറുക്കമാണ് അനുഭവിക്കേണ്ടി വരുന്നത്. എന്നാൽ മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാരായിട്ടുള്ള മക്കളുള്ള മാതാപിതാക്കളാണ് നിങ്ങളെങ്കിൽ അവരുടെ ഭാവി ഭദ്രമാക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കർമ്മമേഖലയിലേക്ക് അവർക്ക് എത്തിച്ചേരുവാൻ കഴിയുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്ന സമയമാണ് ഉടൻ വരുവാൻ പോകുന്നത്. ഇനി ഇതിനെല്ലാം പുറമെ വിവാഹ തടസ്സം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രക്കാർക്കും ഈ പഞ്ചഗ്രഹി യോഗം വളരെ ഭാഗ്യകരമാണ്. അതുകൊണ്ട് തന്നെ വിവാഹ തടസ്സം അനുഭവിച്ചിരുന്ന ധനുരാശിയിൽ പിറന്ന ഒരു വ്യക്തിയോ ധനുരാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കളോ ആണ് നിങ്ങളെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സന്തോഷിക്കാം. കാരണം വിവാഹ തടസ്സം നീങ്ങി ഏറ്റവും മംഗളകരമായ രീതിയിൽ നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കുന്നത് കാണുവാനുള്ള യോഗമാണ് നിങ്ങൾക്ക് ഈ പഞ്ചഗ്രഹി യോഗത്താൽ തെളിയുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഓരോന്നോരോന്നായി ഇല്ലാതാവുകയും പല ശുഭകാര്യങ്ങളും നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുകയും ചെയ്യും. ഇതിനെല്ലാം പുറമെ തന്നെ ഫെബ്രുവരി 26 വ്യാഴാഴ്ച എന്ന് പറയുന്നത് ധനുരാശിക്കാർക്ക് ആരോഗ്യപരമായി ഏറ്റവും ഗുണകരമായ ഒരു ദിവസമായിരിക്കും. ഇനി അടുത്തതായി പഞ്ചഗ്രഹി യോഗം സിദ്ധിക്കുവാൻ പോകുന്ന ഫെബ്രുവരി 26 വ്യാഴാഴ്ച ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ചില മാറ്റങ്ങൾ കാണുവാൻ പോകുന്ന മൂന്നാമത്തെ രാശിക്കാരായി വരുന്നത് ഉത്രാടം, തിരുവോണം, അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ്. മകരം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കാലങ്ങളായി കാത്തിരുന്ന ചില കാര്യങ്ങൾ പൂർത്തീകരണത്തിലേക്ക് എത്തുകയും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ചില തടസ്സങ്ങൾ ഇല്ലാതാവുകയും ചെയ്യുവാൻ പോകുന്ന സമയമാണ് ഈ പഞ്ചഗ്രഹി യോഗം കൊണ്ട് വന്നു ചേരുന്നത്. ഇതിൽ മകരം രാശിക്കാരെ പറ്റി പറയുമ്പോൾ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത് കുടുംബ ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് ഒരു മനസ്സമാധാനവുമില്ലാതെ എല്ലാ ദിവസവും മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ വ്യക്തികൾ ഇപ്പോൾ ഈ അധ്യായം കാണുന്നുണ്ട്. അതായത് നിസാര കാര്യത്തിന് വരെ കുടുംബത്തിൽ കലഹങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണ്. അത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കലഹങ്ങൾ മാത്രമല്ല, മക്കളും മാതാപിതാക്കളും തമ്മിലും മരുമക്കളും മാതാപിതാക്കളും തമ്മിലും എല്ലാം തന്നെ പരസ്പര സ്നേഹമില്ലാതെ കലഹങ്ങൾ ഉണ്ടാവുകയാണ്. എന്നാൽ ഈ പഞ്ചഗ്രഹി യോഗം സിദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾ സ്വയം ചെയ്യുന്ന തെറ്റുകളാണോ ഈ കുടുംബ പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ചിന്തിക്കുകയും അതിനുവേണ്ട പരിഹാരം കണ്ടെത്തുകയും ചെയ്യേണ്ട സമയമാണ്. അതായത് ഈ ഒരു സമയത്ത് ഒരു തുറന്നു പറച്ചിൽ കൊണ്ടും ഒരു ക്ഷമാപണം കൊണ്ടും നിങ്ങളുടെ കുടുംബത്തിലെ പല പ്രശ്നങ്ങളും അവസാനിച്ചേക്കാം. ഒപ്പം തന്നെ കുടുംബത്തിലെ സമാധാനമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് തിരിച്ചറിയുവാൻ പലർക്കും കഴിയുന്ന ഒരു സമയം തന്നെയായിരിക്കും ഇത്. ഇനി അതുകൂടാതെ ഫെബ്രുവരി 26 വ്യാഴാഴ്ച ചില മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രധാന കാര്യങ്ങൾ നടക്കും. അതൊരു പക്ഷേ വിവാഹമോ അതല്ല എന്നുണ്ടെങ്കിൽ വിവാഹ തീയതി നിശ്ചയിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളോ ആയിരിക്കാം. പ്രത്യേകിച്ച് വിവാഹ തടസ്സം നേരിട്ടിരുന്ന ചില മകരം രാശിക്കാർക്ക് പോലും ഈ പഞ്ചഗ്രഹി യോഗം സിദ്ധിക്കുന്ന സമയം മഹാഭാഗ്യകരമാണ്. അതുകൊണ്ട് തന്നെ മകരം രാശിയിൽ പിറന്ന മക്കളുള്ള മാതാപിതാക്കൾക്കൊക്കെ ഈ ഒരു സമയം ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഭഗവാൻ മറുപടി നൽകി എന്ന് പറയുവാൻ കഴിയുന്ന സമയം തന്നെയായിരിക്കും. ഇനി വിവാഹ കാര്യങ്ങളിൽ മാത്രമല്ല, മകരം രാശിക്കാരായിട്ടുള്ള കുട്ടികളുടെ പഠന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പോസിറ്റീവായ ചില കാര്യങ്ങളായിരിക്കും ഈ പഞ്ചഗ്രഹി യോഗം കൊണ്ട് ഉണ്ടാകുവാൻ പോകുന്നത്. പ്രത്യേകിച്ച് മകരം രാശിയിൽ പിറന്ന മക്കൾക്ക് പുനർപഠനത്തിന് ആവശ്യമായ തുകകൾ കണ്ടെത്തുവാനായി നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുന്ന ചില മാതാപിതാക്കളുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഒരു ആശങ്കയുടെയും ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ള പണം കൃത്യസമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും മക്കളുടെ ഭാവിക്ക് വേണ്ട കാര്യങ്ങൾ
കൃത്യമായി ചെയ്യുവാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇനി മകരം രാശിക്കാർക്ക് ഈ ഫെബ്രുവരി 16-ാം തീയതി വ്യാഴാഴ്ച പഞ്ചഗ്രഹി യോഗം കൊണ്ട് മറ്റെല്ലാ കാര്യങ്ങളിലും വളരെ ഗുണകരമായ അനുഭവങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. എങ്കിലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ചിലർക്ക് ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നേക്കും. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും നിങ്ങൾ പ്രാധാന്യം നൽകിയാൽ ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രതിസന്ധികളെ വരെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ കഴിയും. ഇനി ഏറ്റവും പ്രധാനമായി ഈ ഒരു ദിവസം മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ധൈര്യം കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുകയും അത് നിങ്ങളെക്കാൾ ഉപരിയായി മറ്റുള്ള വ്യക്തികൾക്ക് ഉപകാരപ്രദമാവുകയും ചെയ്യും. മാത്രമല്ല, നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി കൊണ്ട് നിങ്ങളുടെ ധൈര്യവും നിങ്ങളുടെ നല്ല മനസ്സും പ്രകീർത്തിക്കപ്പെടും. ഒപ്പം തന്നെ ചില മകരം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ ഫെബ്രുവരി 26-ാം തീയതി വ്യാഴാഴ്ച നിങ്ങളുടെ സുഹൃത്തുക്കളോടൊത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനും ചില പുതിയ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു തുടങ്ങുന്നതിനെപ്പറ്റി തീരുമാനമെടുക്കുവാനുമുള്ള യോഗവും കാണുന്നുണ്ട്. മാത്രമല്ല, ഇത്തരത്തിൽ നിങ്ങൾ തുടങ്ങുന്ന കാര്യങ്ങൾ എന്തു തന്നെയായിരുന്നാലും അതിൽ നിന്ന് നിങ്ങൾക്ക് വിജയമായിരിക്കും ലഭിക്കുക. അപ്രകാരം നോക്കുമ്പോൾ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പഞ്ചഗ്രഹി യോഗം നിങ്ങളിലേക്ക് മഹാഭാഗ്യങ്ങളാണ് നൽകുവാൻ പോകുന്നത്. അപ്പോൾ ഈ പഞ്ചഗ്രഹി യോഗം കൊണ്ട് ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രക്കാർക്കും ഫെബ്രുവരി 26-ാം തീയതി വ്യാഴാഴ്ച എന്ന് പറയുന്നത് നേരിട്ട് ഈശ്വരാധീനം തിരിച്ചറിയുവാൻ കഴിയുകയും സൗഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുവാൻ പോകുന്ന സമയമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.